അതിൻ്റെ മോൻ നമ്മൾ അങ്ങോട്ടേക്ക് നേരാക്കാതെ. ഓ തുപ്പന്ന് പട്ടി കാട്ടങ്ങൾ. ഇതാണെങ്കിൽ ഇഷ്ടത്തെ നായ്ക്കടെ തുപ്പല്. ഹലോ, ഗുഡ് മോർണിംഗ്. ഇതേ മല്ലു അങ്ങനെ വണ്ടി തുടച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് മല്ലുവിനാണ് ഡ്യൂട്ടി, വണ്ടി ക്ലീൻ ചെയ്യുക എന്നുള്ളത്. നമ്മളിപ്പോൾ അയോധ്യയിലാണ്. അയോധ്യയിലുണ്ട്, ലക്നൗവിലുള്ള കേട്ടോ. അയോധ്യ ഇനിയും 150 കിലോമീറ്റർ ഓടാനുണ്ട്. ഇന്നലത്തെ വീഡിയോ കണ്ടവർക്കറിയാം. ഇന്നലെ ഓൾമോസ്റ്റ് 1300 കിലോമീറ്റർ എൻ്റെ വണ്ടി ഓടി. നാഗ്പൂരിൽ നിന്ന് ജബൽപൂർ പോകുന്ന റൂട്ടിൽ കയറി സാഗർ വഴി നേരെ ജാൻസി, നമ്മുടെ ജാൻസിയിലാണെങ്കിൽ ജാൻസി വന്നു. ജാൻസിയിൽ നിന്ന് ലക്നൗവിൽ നിന്ന് ഇപ്പോൾ എന്താ പറയുക പോകുന്നതിലേക്ക് സൈഡായിട്ട് അങ്ങനെ കയറി കടന്നു പോകുന്നത് കേട്ടോ. അതിനിടയിൽ വണ്ടീൻ്റെ ബേക്കിലത്തെ വീലിൻ്റെ 4 ബോൾട്ട് ഊരി. നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോൾ വണ്ടി ഇങ്ങനെ ടക്ക് സൗണ്ടും ഷെയ്ക്കിങ്ങും. ഞാൻ വെച്ച് പഞ്ചറായിരുന്നു. പമ്പിൽ കയറ്റി നോക്കുമ്പോൾ വീലിങ്ങനെ ഷെയ്ക്കാവുന്നേ. അത് നിർത്തിയില്ലായിരുന്നെങ്കിൽ റണ്ണിങ്ങിൽ വീല് ഊരി തിരിച്ചേനെ. ഇതെന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഓടാൻ തുടങ്ങി. പിന്നെ സർവീസിൽ ഇടയ്ക്കിടയ്ക്ക് ചെയ്തല്ലോ, അതെല്ലാം കൂടിയിട്ട് കേട്ടോ. സർവീസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ആരും അത് വന്നാണ് പറയാൻ പറ്റില്ല. അപ്പോൾ മൊത്തത്തിൽ പണിയോട് പണിയാണ്. അങ്ങനെ ഇന്ന് അങ്ങനെ ഒഫീഷ്യലി നമ്മുടെ ആദ്യത്തെ രാജ്യം നമ്മൾ എൻ്റർ ചെയ്യാൻ പോകട്ടെ, നേപ്പാൾ. എൻ്റെ ലൈഫിൽ ഞാൻ മുന്നേ നേപ്പാൾ വന്നിരുന്നു. ഒരു സ്റ്റിക്കും ഒരു മൊബൈൽ എടുത്തിട്ട് ഇങ്ങനെ അറിയില്ലേ, സെയിം നേപ്പാൾ. അങ്ങനെ നമ്മൾ 6 വർഷത്തിന് ശേഷം 6 വർഷത്തിന് ശേഷം 7ാമത്തെ വർഷമായിട്ട് ഇത് ക്രോസ് ചെയ്യാൻ പോകട്ടോ. കാണാം. ഇത് ലക്നൗവിലെ ഒരു കാട്ടേരിയ കേട്ടോ. ടൗണിൽ തന്നെ കുറച്ച് മാറിയിട്ടാണ്. ഒരു മനുഷ്യനെ പുറത്ത് തന്നെ കുംഭമേള കാരണം ഫുള്ള് ടൈറ്റാണ്. ഇതാണ് നമ്മൾ ഇന്നലെ താമസിച്ചത്. നല്ല ശ്രീ ഹോട്ടൽ, സ്റ്റേ റിലാക്സ് റിപ്പീറ്റ്. 1000 റുപ്യ കേട്ടോ. വൃത്തിയൊന്നും പ്രതീക്ഷിക്കണ്ട. 1000 റുപ്യ മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ ഏറ്റവും വലിയ വൃത്തിയേണ്ട പരിപാടി ഹോൺ വേണ്ട ഓണിക്കുന്നുണ്ട. ഓൻ അണ്ണാക്കിൽ അടിച്ചു കൊടുത്തു നോക്കണ്ടെങ്കിൽ ഒരു കാര്യമാണ് ബേക്കിൽ നിന്ന് ഓൺ അടിക്കുന്നത്. എന്തെങ്കിലും റീസൺ വേണ്ടോ എനിക്ക് ഇങ്ങനെ ബേക്കിൽ നിന്ന് ഓൺ അടിച്ചിരുവോ? നജ്മൽ ആക്ച്വലി ഫസ്റ്റിലോ ഹോണടിയാക്കുമ്പോൾ അപ്പോഴും സൈഡാക്കി കൊടുക്കും. ഞാൻ എന്തിനാ സൈഡാക്കുന്നത്? ഇവിടെ എന്തോ എമർജൻസി വരുന്നത്. ഞാൻ പറഞ്ഞത് എമർജൻസി അല്ല, ഇവിടുത്തെ ആൾക്കാരുടെ വൃത്തിയായിട്ട സ്വഭാവമാണ്. അങ്ങനെ തന്നെയാണ് ഇവർ. ഇവൻ എൻ്റെ കൂടെ വന്നിട്ട് 2 ചോദ്യങ്ങൾ കേട്ടിട്ട് ഓൻ്റെ ജീവിതം മടുത്തെന്ന് അവൻ പറഞ്ഞു. എന്ത് ചോദ്യടാ? വണ്ടിയുടെ വില എത്ര, വണ്ടിയുടെ മൈലേജ് ഏതാ? ഇത്രയും ലോകം കാണാത്ത ആൾക്കാരെ ആദ്യമായിട്ട് എൻ്റെ ലൈഫിൽ കാണും. ഇത്രയും മോശം. ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുമോ, ഈ വണ്ടി കൊണ്ട് വെക്കുമ്പോൾ കാണിച്ചു കൊടുത്തോളം കൊണ്ടിട്ട് വണ്ടി കൊണ്ട് വെക്കുമ്പോഴത്തേക്ക് 10 പൈസ വരുമല്ലേ നാറിക്ക്. പച്ചയ്ക്ക് പറഞ്ഞാൽ ആ വണ്ടിയുടെ സീറ്റിൽ ചവിട്ടി മെതിച്ച് ആ വണ്ടി അവരെ കയ്യിൽ നിന്ന് താഴെ വല്ലതും വീണ് കഴിഞ്ഞാൽ ഇവർക്ക് അതിൻ്റെ ഒരു പൊട്ടുസൂചി പോലും ഒരു ബോൾട്ട് പോലും ഇതിനുള്ള ശേഷിയില്ലാത്തവന്മാരാണ്. നമ്മൾ ആരും കുറ്റം പറയുന്നതല്ല. അത്ര സങ്കടമുണ്ട്. 3 ദിവസമായിട്ട് അനുഭവിക്കുകയാണ്. നമ്മൾ നോർത്തിൽ കയറിയതിന് ശേഷം 3 ദിവസമായിട്ട് അനുഭവിക്കുകയാണ്. ആ വണ്ടീൻ്റെ മേളിൽ കയറി നിരങ്ങി ഒരു സൈഡ് ഫുള്ള് സ്ക്രാച്ചായി. പെയിൻ്റ്. ഇപ്പോൾ ഞാൻ ഓർത്ത് തെറി പറഞ്ഞിട്ടോ, കയറിയിരുന്ന പാടം എടുക്കണം. ഒരു കാര്യങ്ങളുണ്ട്. ഇതെന്ന് വെച്ചാൽ ഇവിടുത്തെ ആൾക്കാർക്ക് വിദ്യാഭ്യാസം ഇല്ലാത്ത ഏറ്റവും കൂടുതൽ കുഴപ്പമില്ല. വിദ്യാഭ്യാസമാണ് എല്ലാത്തിനും പ്രധാന കാരണം എന്ന് പറയുന്നത്. വിദ്യാഭ്യാസത്തിൻ്റെ അല്ല, ഇത് ഓവർ സ്മാർട്ട്. അവനവൻ്റെ നാട്ടിൽ കാണിക്കാൻ പറ്റുന്ന ഈ തണ്ടുണ്ടല്ലോ, അതാണ് സത്യത്തിൽ. അത് കഷ്ടപ്പെട്ട് വാങ്ങുന്നതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നത്. ഇന്ന് രാവിലെ ഉറക്കണീറ്റപ്പോൾ അമ്മ കണ്ടില്ലേ എന്താ എൻ്റെ അവസ്ഥ? ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്ത് ചെയ്യാൻ, ആരോട് പറയാനും. പക്ഷേ ഇത് ആൾക്കാർ ഇഷ്ടപ്പെട്ട് എടുക്കുന്നില്ല. അതുകൊണ്ട് പിന്നെ നമ്മളിനെ എടുത്തുകൂടെ വെച്ചിട്ടാണ്. പക്ഷേ ചില സമയത്ത് നമുക്ക് ഉപദ്രവമായിട്ട് മാറുന്നില്ല കേട്ടോ. അതാണ് കുഴപ്പം. എന്ത് ചെയ്യാനോ, ഞാൻ ഇവിടെ ഉണ്ട് തുറന്നിട്ടുള്ളൂ. എന്നാലും ഇവർക്ക് ഒരു പണിയില്ല കേട്ടോ. കയറിയിരിക്കൽ എന്ത് ചെയ്യാൻ എന്നുവെച്ചാൽ നമ്മൾ കയറിയിരിക്കുന്നില്ല. നമ്മൾ പറയും നാട്ടിൽ നിന്നൊക്കെ വണ്ടി എടുക്കുമ്പോൾ ആരും വെച്ചിട്ട് ഞാൻ കയറ്റിയിരുത്തും, ഞാൻ കൊണ്ട് ഡ്രൈവ് എടുക്കും. പക്ഷെ ഇതൊരു സാമാന്യ മര്യാദ ഇല്ലാത്തൊരു സ്വഭാവം. എന്നുവെച്ചാൽ ആൾക്കാർ കണ്ടോ ചാവുട്ടി പിടിച്ച്, താങ്ക് യു ഒരു കാര്യമില്ലാണ്ട് ചാവുട്ടി പിടിച്ചിട്ട് മൊത്തം അലക്കുൽ താക്കുമ്പോഴാണ് നമുക്ക് സങ്കടം വരുന്നത്. നമ്മുടെ വണ്ടിയല്ലേ, നമ്മൾ എത്ര കഷ്ടപ്പെട്ട് കൊണ്ടെടുക്കുന്ന വണ്ടിയാണ്. ആ ഒരു റെസ്പെക്റ്റ് ഇവരുടെ അടുത്ത് കിട്ടുന്നില്ല. ആയിട്ടില്ലേ? ആ
നജ്മലിന് നോർത്ത് ഇന്ത്യ മടുത്ത് കായ്സ്. നോർത്ത് ഇന്ത്യയിൽ വന്നിട്ട് നജ്മൽ പണ്ടാരെന്ന് നമുക്കിത് ശീലമാണ്. അല്ല ഇവൻ ഫസ്റ്റ് വണ്ടി കൊടുക്കുമ്പോൾ ഞാൻ അവനോട് പറഞ്ഞു നജ്മല് എടാ ആൾക്കാർ മാറ്റമുണ്ടാ. നീയില്ല ഇപ്പൊ ഈ ഗുജറാത്ത് സൈഡ് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഓക്കെയാണ്. ഓക്കെ, പക്ഷേ ഈ UP MP എന്നൊക്കെ പറഞ്ഞ ഈ ഒരു ഏരിയ ഇല്ലേ, ഇത് വേറെ തന്നെ ഒരു വൈബാണ്. ആൾക്കാർ സംഭവം പാവങ്ങളാണ്, പ്രശ്നം കിടന്നില്ല. പക്ഷേങ്കിൽ ഇവർക്ക് എഡ്യൂക്കേഷൻ ഇഷ്യൂ ആണ്. പിന്നെ ഇവർ ജനിച്ചു പോകുന്ന സാഹചര്യം അങ്ങനെയാണ്. ഗവൺമെൻറ് ആണ് ഇവർ അങ്ങനെയാണ് നോക്കുന്നത്. ഗവൺമെൻറ്റിന് ഇവർക്ക് വലിയ ബുദ്ധി വരാൻ പാടില്ല എന്നുള്ള അവസ്ഥയിലാണ് ഗവൺമെൻറ് പോണത്. ഇവർക്കൊക്കെ ബുദ്ധി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ വരും. ആ പറ്റൂല പറഞ്ഞിട്ടായാലേ. ഈ മുമ്പിൽ പോകുന്നുണ്ട്, ഇത് പോലീസ് വണ്ടിയാണെന്ന് ഇവർ പറഞ്ഞത്. പക്ഷേങ്കിൽ ഒഫീഷ്യൽ പോലീസ് വണ്ടിയാണോ സംശയമുണ്ട് കേട്ടോ. അല്ല, ഒഫീഷ്യൽ പോലീസ് വണ്ടിയില്ല. ഇവിടുത്തെ ആൾക്കാരൊക്കെ അവരുടെ പേഴ്സണൽ കാറില്ലേ. ഇപ്പോൾ കോൺസ്റ്റബിൾ ആണെങ്കിൽ എന്താണെങ്കിലും പോലീസിൽ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പോലീസിൽ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് അവർ ഉപയോഗിക്കുന്ന കാറിൽ പോലീസിന് സ്റ്റിക്കർ ഒട്ടിക്കാത്തിടും. ഭയങ്കര രസം. അതെ, ഇതിന് മുകളിൽ ബീക്കണൊക്കെ ഉണ്ട്. എന്നാൽ 2-3 വണ്ടി ശ്രദ്ധിച്ചു. മഞ്ഞ പ്ലേറ്റ് വണ്ടിയില്ലേ, ഈ മഞ്ഞ പ്ലേറ്റ് വണ്ടിയിൽ പോലീസിൻ്റെ സ്റ്റിക്കറും പോലീസിൻ്റെ ബീക്കണും. എന്താ അല്ലേ. ഈ റാം മന്ദിർ വന്നതിന് ശേഷം അയോധ്യ ശരിക്കും മാറി, നമുക്കത് ഫീൽ ആകുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ ആൾക്കാർ അയോധ്യനെ മാക്സിമം മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എന്ത് കണ്ടോ, റാം മന്ദിറിൻ്റെ ആ ഒരു ലോട്ടസിൻ്റെ ഒക്കെ ആകൃതിയിൽ പുതിയ ലോഗമൊക്കെ അവർ വെച്ചു. അതുപോലെ ഒരുപാട് ആൾക്കാർ ബസ്സിലും കാറിലും ലോറിയിലൊക്കെ ആയിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നിറച്ചും ക്രൗഡാണ്. പിന്നെ നടന്നിട്ടൊക്കെ, അതും പുതിയ ഞാൻ ഇതുവരെ കാണാത്ത സ്റ്റൈൽ ഓഫ് ഹൈന്ദവ ആചാരങ്ങളാണത്. കയ്യിൽ ഫുള്ളും ഈ കാവി കളറിൽ ഒരുപാട് തോരണങ്ങളൊക്കെ എഴുതിയിട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നടന്നു വരുന്നത്. അതും 10-50 ഗ്രൂപ്പ്സൊക്കെയാണ് നടന്നു വരുന്നത്. ഒരു 5 വർഷം കൊണ്ട് മിക്കവാറും ശബരിമലയിലേക്കുള്ള ആ ഒരു ഒഴുക്ക് കുറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് കൂടാൻ ചാൻസ് വളരെ കൂടുതലാണ് ഞാൻ കണ്ടെടുത്തോളം. അപ്പോൾ അതുകൊണ്ട് തന്നെ ശബരിമല എന്നുള്ള ഒരു അമ്പലത്തിനെ എന്താ പറയുക, വളരെയധികം നല്ല രീതിയിൽ താഴ്ത്താൻ വേണ്ടിയിട്ട് ആരൊക്കെയോ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ആയിട്ടുണ്ട്. കാരണം നമ്മുടെ വാർത്തകളിലൊക്കെ വരുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പം, കാരണം ഇങ്ങോട്ടേക്ക് ആൾക്കാർ വരണം, അതാണ് പലരുടെയും ആവശ്യം എന്നെനിക്ക് ഫീൽ ആയിട്ടുണ്ട് പേഴ്സണലി. പക്ഷേ ശബരിമല എന്നുള്ളത് എപ്പോഴും ഈ മതഭ്രാന്തി ഇല്ലാത്തൊരു അമ്പലമാണ്. എന്ന് വെച്ചാൽ മതവിശ്വാസികളോട് അയ്യപ്പം പഠിപ്പിച്ചു കൊടുത്തത് തന്നെ എന്താ, മതഭ്രാന്ത് ഉണ്ടാവാൻ പാടില്ല എന്നാണ്. പക്ഷെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നേരെ തിരിച്ചിട്ടോ നമുക്ക് ഫീൽ ആവുന്നത്. ഈ കാണുന്ന വണ്ടികൾ മുഴുവൻ പോകുന്ന അയോധ്യയില്ല കേട്ടോ. ഇവിടെ ആൾക്കാർ ട്രാഫിക് നിയന്ത്രിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഒരു വലിയ ബിൽഡിംഗ് കണ്ടോ നിങ്ങൾ, കണ്ടോ? അതിൻ്റെ മുകളിൽ രാം മന്ദിറിൻ്റെ ഡിസൈനിൽ പുതിയ സാധനങ്ങൾ അഡീഷണലി ആഡ് ചെയ്യുന്നുണ്ടോ എന്ന് വെച്ചാൽ, അത് നോർമലി സ്ക്വയർ ടൈപ്പ് ഓഫ് ബിൽഡിംഗ് ആയിരുന്നു. അവിടെ ഇപ്പം രാമൻ്റെ ഫോട്ടോ കൊടുത്തതുപോലെ 4 മൂലക്കും നമ്മളതിന് എന്താ പറയുക, മകുടം എന്താ പറയുക, ആ ഒരു സാധനം അതിൽ ആഡ് ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ചാൽ, ഇനി ഫ്യൂച്ചറിലേക്ക് ഇവർക്ക് അറിയാം ഇവിടെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്, ബിസിനസ് കൂടും എന്ന് അറിഞ്ഞുകൊണ്ട് അവർ ആ മതപരമായ കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്യാൻ തുടങ്ങി. അതാണ് സംഭവം. ഇപ്പോൾ നമ്മൾ അയോധ്യ പാസ് ചെയ്തിട്ടോ, അയോധ്യേൻ്റെ പുറത്ത് ബൈപ്പാസിൻ്റെ കൂടെ പോകുന്നത് ഈ ഭാഗത്താണ് രാം മന്ദിർ വരുന്നത്. എനിക്കിവിടെ വിഷ്വൽ കാണാൻ പറ്റും, കാണാൻ പറ്റില്ല കാരണം ക്യാമറ സൂമിങ് ഇല്ലാത്തതുകൊണ്ട്. പക്ഷെ എനിക്ക് ഈ ഒരു സൈഡ് കാണാൻ പറ്റും കറക്റ്റായിട്ട്. മതങ്ങൾ നല്ലതല്ല ഞാൻ പറഞ്ഞില്ല, പക്ഷെങ്കിൽ ആ മതങ്ങൾ ഉപയോഗിക്കുന്ന രീതിയാണ് മോശം. നമ്മുടെ നാട്ടിലെ പല രാഷ്ട്രീയ പാർട്ടികളും മതങ്ങൾ വെച്ചിട്ടാണ് ശരിക്കും വോട്ട് പിടിക്കുന്നത്. അതിൽ കുരുതിയാവുന്നത് പാവപ്പെട്ട വിശ്വാസികളും.
അതാണ് ഏറ്റവും വലിയ സങ്കടം. ഒരു യഥാർത്ഥ മതവിശ്വാസികൾ ഒരിക്കലും തന്നെ പിന്നെ മറ്റുള്ളവരെ ഉപദ്രവിക്കാനോ ഒന്നിനു പോലും. ഇപ്പം ഞാൻ കണ്ടെടുത്തോളം ഇവിടെയല്ലേ ബോഡിയൊക്കെ ഒഴുക്കി വിടുന്ന സ്ഥലം? ഏതില്? പുണ്യവെള്ളം, കച്ചറ വെള്ളം. അത് മനസ്സിലായി, അതാണ് പറഞ്ഞത്. പക്ഷേ ഫുൾ കച്ചറ വെള്ളമാണ്, വിചാരിച്ചു വിടുന്നല്ല. ആയിൻ്റെ മോൻ ബസ്തി എത്തി. ഇനിയിപ്പോൾ നമുക്കിവിടെ 126 കിലോമീറ്റർ കേട്ടോ. സിംഗിൾ ലൈനാണേ. അതുകൊണ്ട് തന്നെ പശുക്കൾ, ആട്, മാട്, കുതിര ഇവരൊക്കെ പേടിച്ചേ പോകണം. ഇനിയിപ്പോൾ എല്ലാം സഹിക്കാം. റോങ് സൈഡ് കയറി വരുന്നതാണ് സഹിക്കാൻ പറ്റുന്നത്. എന്താ ചെയ്യുക പഠിച്ചോനെ. ശരിക്കും കർണാടകത്തിലൊക്കെ ഈ ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് കർണാടകത്തിൽ കാണാൻ പറ്റും. തിരക്കില്ല ആൾക്കാരും ഇങ്ങനത്തെ ഷോപ്പുകളും കാണാൻ പറ്റും. പക്ഷെ ഇമാതിരി റോങ് സൈഡ് കയറി വരുന്ന തണ്ടികളൊന്നും കർണാടകത്തിലൊന്നും എവിടെ ഞാൻ കണ്ടില്ല കേട്ടോ. ഈ സൗത്ത് ഇന്ത്യയിൽ എവിടെയും ഞാൻ കണ്ടില്ല. ഓട്, ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ആൾക്കാരെ പോലെ ഹോൺ അടിക്കണം കേട്ടോ. ഞാൻ വേറെ രക്ഷയില്ല. മാറി തരണമെങ്കിൽ ഹോൺ അടിച്ചേ ഒരു ഹോൺ അടിക്കാണ്ടൊരു കുട്ടി മാറുന്നില്ല. ട്രെയിനൊന്നുമില്ലേ? എൻ്റെ വണ്ടിൻ്റെ പേര് മാറ്റിട്ട് ട്രെയിൻ, ബ്ലൂ ട്രെയിൻ. പറഞ്ഞ പോലെ നമ്മുടെ വണ്ടിക്ക് ഒരു പേര് വേണമല്ലോ. നിങ്ങളെന്താ സജസ്റ്റ് ചെയ്യാം? നമ്മൾ ആമിനാക്ക് പേരിട്ടത് നിങ്ങളാണ്, പറക്കുന്നിളയൊക്കെ പേരിട്ടത് നിങ്ങളാണ്. അപ്പം നമ്മുടെ ഗോൾഡ് വിങ്ങിന് ഇത്ര കാലം പേരില്ലായിരുന്നു. പക്ഷെങ്കിൽ വേൾഡ് ട്രിപ്പിന് ഒരു പേര് വേണം. ആടിക്ക് ഓക്കേ പോട്ടെ. ഓടിയില്ലേ? നല്ലോണം ഓടില്ല ഓണം കേട്ടോ. ഞാൻ ട്രെയിനാക്കി, കേരളത്തിലെ ട്രെയിൻ. എനിക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ട്. ഇപ്പം തിരുത്തണോ? 8 അല്ല കേട്ടോ, 3, 6, 7, 8, 9 ആൾക്കാരാണ് അതിലേട്ടോ. 9 ആൾക്കാർ. അപ്പം 8 നമ്പർ ഒന്നും കൂടി കൂട്ടി. ഇനി അവർ പറ്റുമെങ്കിൽ 2-3 ആൾക്കാരെ കൂടി കുട്ടികളൊക്കെയാണ് അതും പിടിച്ചവിടെ ഇരുത്തും. ചേട്ടാണ് ഒരു വിവരമില്ലാത്തവന്മാർ കേട്ടോ, ഒരു വിവരമില്ലാത്തവന്മാർ. എന്ത് ചെയ്യാനാണ് പഠിച്ചോനെ? എന്ത് ചെയ്യാൻ? ഇങ്ങോട്ട് വരാണ്ടൊക്കെ അത്ര തന്നെ. ഇതേതായാലും പോയി, ഈ ഏരിയ ഏതായാലും നോക്കണ്ടാവും. കിലോമീറ്റർ ഉള്ളേ. 53 കിലോമീറ്ററിന് 1 മണിക്കൂർ കാണിക്കുന്നുണ്ട്. ഒരു 30 മിനിറ്റ് 35 രൂപ പിടിക്കാം, നല്ല റോഡാണെങ്കിൽ മാത്രം. നിറഞ്ഞു നിൽക്കലാട്ടോ സ്കൂൾ ബസ്. ബൈ. പ്രഷറുകളും കേട്ടോ എല്ലാം കൂടെ പോകുമ്പോൾ മാറും മോളയാടുന്നേ. അതിനിടയിൽ ഓളാടുന്നേ. അവിടെ ചവിട്ടി, അങ്ങനെ ചവിട്ടി പഠിക്കണം.
പട്ടി. ഇത് ഗൂഗിൾ മാപ്പ് ഇട്ട് വന്ന റോഡാണ്. ഇവിടെ വീടുകൾ പണിതിട്ടുണ്ടോ നോക്കിയാ, ബീമിട്ട് പൊക്കിയിട്ട്. അപ്പോൾ നടുവിൽ എന്താ പറയുക, അപ്പവും ഫുള്ള് വരച്ചുകൊണ്ട് കേട്ടോ പോണത്, ഫുള്ള് വൈബ്രേഷൻ ആയിക്കൂടെ അപ്പവും പോണത്. ഇല്ലടാ മതം മതിയിടാം. ഏത് രാഷ്ട്രീയ നേതാവിൻ്റെയും പോസ്റ്ററിനൊപ്പുറം ഒരു ദൈവത്തിൻ്റെ ഫോട്ടോ ഉണ്ടാവും. ശ്രദ്ധിച്ചിടാ നീ നോർത്തിൽ? അവർ വോട്ട് കൊടുക്കുക ദൈവത്തിനാണ്, അല്ലാതെ നേതാവിനല്ല. നേതാവ് ഏത് പൊട്ടനാണെങ്കിൽ ആൾക്കാർ കുഴപ്പമില്ല, ആ ദൈവമാണ് മെയിൻ. ആ ദൈവത്തിൻ്റെ വോട്ടാണ് നേതാവിന് ഇടുന്നത്. ഭാവിയിലെ തലമുറ മക്കളെ ബുദ്ധിയോടുകൂടി വളർന്നു പോവാ. നമ്മൾ അങ്ങോട്ടേക്ക് ആയില്ല, നേരാക്കാതെ. ഓക്കെ, ഇത് വീല് ശരിയാക്കി. ഓക്കെ, ഇല്ലല്ലോ, ഓക്കെ അല്ല? ഓക്കെ, എന്നാലും നമ്മൾ വരുമ്പോൾ വണ്ടീൻ്റെ ബാക്ക് വീല് ഫുള്ളിനിട്ട് ലൂസായി പോയി കേട്ടോ. അപ്പോൾ ഇപ്പോൾ ചെറിയ ഷെയ്ക്ക് പോലെ. അപ്പോൾ ഇറങ്ങിയിട്ട് നോക്കുന്ന എന്തെങ്കിലും എന്തെങ്കിലും ഫീൽ അയക്കുന്നത് ഉടനെ സ്റ്റോപ്പ് ചെയ്ത് ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കാതെ. എടാ രജുവല്ല മംഗലം കഴിഞ്ഞു. രജുവല്ല മംഗലം കഴിഞ്ഞു വന്ന് ഇവിടെ നിന്നായിട്ട് കല്യാണം കഴിച്ചാലോ, സ്വന്തമായിട്ട് വീട് കിട്ടും, സ്വന്തമായിട്ട് കട കിട്ടും, സ്വന്തമായിട്ട് വണ്ടി കിട്ടും, പശുവിനെ കിട്ടും. അല്ല ഏതൊരു മൂവി ഉണ്ടല്ലോ അങ്ങനത്തെ, മഹാരാഷ്ട്രയിലെങ്ങാണ്ട് പോയിട്ട് എത്രയോ ഏക്കർ സ്ഥലം ഇത്ര വേണ്ടി കല്യാണം കഴിച്ചേ. അജു വർഗീസ്. ഭോജ്പൂരി പാട്ട് പോലുണ്ടല്ലോ. आईवा അല്ല ചേ ബഹുത്ത് അച്ഛായ കുച്ചായ. ചെറിയൊരു ചന്തയാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ 100 ഉറുപ്പിക ഉണ്ടെങ്കിൽ നമുക്ക് 2 ദിവസം സുഖമായിട്ട് ജീവിക്കട്ടോ. 100 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് 2 ദിവസം ജീവിക്കാം. എൻ്റെ മോനെ എന്താ ഇത്? ഓക്കെ, 100 ഉറുപ്പിക ഉണ്ടെങ്കിൽ 3 ദിവസം സുഖമായിട്ട് ജീവിക്കാം. 2 ദിവസം 1 ദിവസം കൂടെ കൂട്ടി പറയും 30 ഉറുപ്പിക ഒരു ദിവസം ഇവിടെ ജീവിക്കാൻ. 30 രൂപ 30 റുപ്പീസിൻ്റെ 3 നേരം സുഖമായിട്ട് ചോറും കറിയും വെച്ചിട്ട് പോകാട്ടോ. എന്നാലും സംഭവം ഏതായാലും എനിക്ക് ഇഷ്ടപ്പെട്ട്. എന്തെങ്കിലും കേസൊക്കെ വന്നിട്ട് ഒളിച്ചുകൂടേണ്ടി വരുമ്പോൾ ഇതുപോലെ സ്ഥലത്ത് വന്നിട്ട് ഇവിടുത്തെ ഏതെങ്കിലും ഒരു പണിനെ കിട്ടിയിട്ട് പേര് മാറ്റി ബൽവീന്ദർ സിംഗോ അല്ലെങ്കിൽ എന്തെങ്കിലും പേരൊക്കെ ഇട്ടിട്ട് ഇടിവിച്ചാൽ മതി. ഓയ് എൻ്റെ മോനെ, അപ്പോൾ ഞാൻ മെല്ലെ വന്നുകൊണ്ട് മാത്രം ഞാൻ വളരെ പതുക്കെ വന്നിട്ടുണ്ട്. ഈ മക്കളില്ലോണ്ട് എപ്പോഴും മക്കളെ കാണുമ്പോൾ ഞാൻ സ്ലോ ഒക്കെ എത്ര തിരക്കുണ്ടെങ്കിലും അതുകൊണ്ട് മാത്രമൊക്കെ ചവിട്ടിയിട്ട് എല്ലാം കിട്ടൂലല്ലോ. അത് എന്താ അല്ല, ഞാൻ ആ കുട്ടികളില്ലോണ്ടെന്ന് വളരെ പതുക്കെ വന്നു. ഞാൻ നേപ്പാളിൽ പെട്രോളിന് വില കുറവാണ്, എന്നാലും നമ്മൾ ഇവിടെ നിന്ന് അടിച്ചു. കാരണം നേപ്പാൾ കറൻസി ബാക്കി അവിടെ പോയി അവിടെ നിന്ന് അടിക്കുന്നുണ്ടെന്നല്ല ഇന്ത്യയിൽ നിന്ന് അടിച്ചു പോകുന്നതല്ലേ. ഓക്കെ, ഇപ്പോൾ ഫുൾ അടിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഫുള്ളിനെ കൂടെ നമുക്കൊരു 300 കിലോമീറ്റർ എന്തായാലും പോകാൻ പറ്റും. അപ്പോൾ കാഠ്മണ്ഡു എത്തിക്കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ ചൈനയിലേക്ക് പോകുമ്പോൾ നമുക്ക് ബാക്കി നോക്കാം കേട്ടോ. ഇവിടെ കുറച്ച് റോഡ് ഭയങ്കര മോശമാണ്. അത് ഹൈവേ പണിയെടുക്കുന്നുണ്ടോ, വേറൊന്നുമല്ല. നമുക്കിനി 6 കിലോമീറ്റർ, ഭയങ്കര സന്തോഷം. പിന്നെ നമ്മൾ എപ്പോഴെങ്കിലും യാത്ര ചെയ്യുമ്പം യാത്ര പോയിട്ട് തിരിച്ചു വരുമ്പോഴോ
നിങ്ങൾ ഡെസ്റ്റിനേഷനിൽ എടുത്താറാവുമ്പില്ലേ പിന്നെ നിങ്ങൾ പതുക്കെ പോകണം. കാരണം ഇപ്പം എൻ്റെ വീട് ഇരിട്ടിയാണ്. അപ്പോൾ ഞാൻ എവിടുന്നെങ്കിൽ ബാംഗ്ലൂരിൽ നിന്ന് എവിടുന്നെങ്കിൽ വരുമ്പോൾ കൂട്ടുകൂടെ കഴിഞ്ഞാൽ ഒരു 10-15 കിലോമീറ്റർ 20 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്പീഡിൽ പോകാൻ പാടില്ല. നമ്മൾ വളരെ പതുക്കെ പോകാൻ പാടുള്ളൂ. കാരണം നമ്മൾ എത്രത്തോളം നമ്മുടെ വീടിനോട് അടുത്തടുത്തോ അത്രത്തോളം നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടും. നമുക്ക് വേഗം വീടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേഗം വരുന്നത്. കോൺഫിഡൻസ് ലെവൽ കൂടുമ്പം നമ്മുടെ നാട്ടിലെത്തി എന്നുള്ളതാകുമ്പോൾ അത് ഡബിളാവും. അപ്പം മൊത്തത്തിൽ നമ്മളെന്താക്കും അമിത വേഗതയിൽ പോകും. നിങ്ങൾ ശ്രദ്ധിച്ചോ, പല ആക്സിഡൻസും ഇപ്പോൾ നമ്മൾ ചെന്നൈയിൽ നിന്നും അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ നിന്നും ആന്ധ്രയിൽ നിന്നും എവിടുന്നെങ്കിലുമൊക്കെ വരുന്ന വണ്ടികൾ അധികം ആക്സിഡൻ്റ് ആകുന്നത് കേരളത്തിനോട് അടുത്തായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഈ കേരളം എത്താനാകുമ്പോൾ അവർക്കൊരു ഒരു ആവേശം കൂടുതലാണ്. സെയിം ഇപ്പം ഞാൻ നേപ്പാൾ ബോർഡർ എത്താനേ 5.7 കിലോമീറ്റർ ഉള്ളൂ. അപ്പം ഇത്ര 3-4 ദിവസം കഷ്ടപ്പെട്ട് ഇവിടെ എത്തുമ്പോൾ ആവേശം മൊത്തത്തിൽ എൻ്റെ ബോഡിയിലെ ഹോർമോൺസൊക്കെ ലെവൽ കൊണ്ടുപോകും. അന്നേരം ഞാൻ വളരെ സ്പീഡിൽ ഭയങ്കര ആർത്തുല്ലിച്ചും കണ്ടടിക്കുകയും ചെയ്യും. അപ്പോൾ അതിന് നല്ലതാണ് ഇതേപോലെ ഒരു മീഡിയം സ്പീഡിൽ. ഇപ്പം ഞാൻ പോകുന്നത് 60-ലാണ്. ഈ ഓഡോമീറ്റർ കംപ്ലൈൻ്റ് ആണ്. പക്ഷേ നമുക്ക് ഇവിടെ നമുക്ക് മീൻ അടിക്കുന്നുണ്ട് 60 ആ ഒരു കിലോമീറ്റർ സ്പീഡിൽ. ഇങ്ങനെ സാധാരണ പോകുന്ന 120-140 പോകാറ്. അത് നേരെ പകുതി ആയിട്ടിപ്പോൾ. ആൻഡ് ഫൈനലി നമ്മളങ്ങനെ സുനോലി ബോർഡർ എത്തിയിരിക്കുകയാണ്. ഞാൻ 6 കൊല്ലം മുമ്പ് വന്നതാണ്. ഇപ്പോഴത്തെയും കോലം എന്ന് വെച്ചാൽ ട്രക്കുകളുടെ കാര്യത്തിൽ പാവങ്ങൾ ഇതുപോലെ ക്യൂ നിൽക്കുന്നുണ്ട്. അപ്പം മാറ്റങ്ങൾ ഉണ്ടോയെന്ന് ഇപ്പോൾ നോക്കാം കേട്ടോ. പിന്നെ ഇവിടെ എന്താ പ്രൊസീജിയർ എന്ന് എനിക്കറിയില്ല. ഞാൻ വണ്ടി എടുത്തിട്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല. അപ്പം ഒരാൾ സൈക്കിളൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട്. അയവാ പാവം നേപ്പാളിൽ നിന്ന് കുന്നിറങ്ങി വരുന്ന വരുത്താട്ടോ. മിക്കവാറും ഇവിടെ മറ്റേ കാർഡില്ല, കാർഡ് വെച്ചിട്ട് പൈസ എടുക്കുന്ന സംഭവമാണ്. അങ്ങനെ ATM മെഷീൻ അല്ല. സുനോലി നല്ല പേര്. പിന്നെ നിങ്ങൾ സുനോലിന്ന് ഗൂഗിൾ മാപ്പ് എടുപ്പോൾ ശ്രദ്ധിക്കണേ. കാരണം ഉത്തർപ്രദേശിൽ 2 സുനോലുണ്ട് കേട്ടോ. ഒന്ന് അപ്പുറം അയോധ്യൻ്റെ അടുത്ത് വേറെ സുനോലുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. രണ്ടും തമ്മിൽ 50 കിലോമീറ്ററിന് അങ്ങനെ ഡിഫറൻസ് ഉണ്ട്. എവിടെയാ മോനെ വരുന്നത്? ഹായ് ബ്രോ. സൈഡ് നമ്മളെ. ഓ തുപ്പന്ന് പട്ടി കാട്ടങ്ങൾ. ഇതാണെങ്കിൽ ഇഷ്ടത്തെ നായ്ക്കടെ തുപ്പല് ഒരു രക്ഷയില്ല. തുപ്പലത് ഫുള്ള് ചവക്കാമെന്ന് വെച്ചിട്ട് ചോപ്പിച്ചിട്ട് ആട്ട് തുപ്പുന്നുണ്ട് റോഡുമ്പിലെ കൂടി. അറപ്പാന്ന് ഇത് കാണുമ്പോൾ. ഇന്ത്യൻ കറൻസി നേപ്പാൾ കറൻസി ഒക്കെ വരും. എല്ലാ കറൻസി ഉപയോഗിക്കുന്നുണ്ട്. ആ ബലൂണിന് 10 രൂപ ഇന്ത്യന്, നേപ്പാളി ആണെങ്കിൽ 25. ആ മാറി. അവിടെ റിക്ഷക്കാരൻ നിർത്തിയിട്ടുണ്ട്. അവൻ കാണാൻ ഫുള്ള് ബ്ലോക്ക് കേട്ടോ. അപ്പോൾ വിലക്കൊന്ന് പോയിക്കുന്ന കയറിങ്ങ് പോയി. वो गाड़ी हटाओ भाई, थोड़ा सामने हटाओ ना ये गाड़ी. हाँ यो उठाओ उधर.
കൊല്ലത്തെ കഷ്ടപ്പാടിന് ശേഷം അങ്ങനെ നേപ്പാളത്തിരിക്കുകയാണ്. റിക്ഷക്കാർ തമ്മിൽ പ്രശ്നമാണ്, എല്ലാവരും തമ്മിൽ പ്രശ്നമാണ്. നമ്മൾ ഈ വണ്ടി ഇവിടെ വെക്കണം കേട്ടോ. नहीं हाँ करेगा, डोंट वरी. थैंक यू मैं करेगा, डोंट वरी. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ സിം എടുത്ത് അതേ പീടിയിലാണ് സിം എടുക്കാൻ വന്നിട്ടുള്ളത്. പക്ഷേങ്കിൽ ആൾ മാറി. കഴിഞ്ഞ പ്രാവശ്യം ഒരു ലേഡി ആയിരുന്നു, ഇത്തവണ ആൾ മാറിപ്പോയി. അപ്പോൾ ഞാൻ അന്നിരുന്ന് അതേപോലെ മൂലക്ക് തലയെ കൈമച്ചിരുന്നിട്ടുണ്ട്. അന്ന് പക്ഷേങ്കിൽ പൈസ ഒന്നുമില്ലായിരുന്നു, കഷ്ടപ്പാടും പരിവട്ടായിരുന്നു. ഇപ്പം ട്രിപ്പിൻ്റെ പഠിച്ചിട്ട് നോക്കുമ്പോൾ കഷ്ടപ്പാടാണ്, പൈസ ഒന്നുമില്ല. കാരണം ട്രിപ്പ് അറിയില്ല, നമ്മൾ സെപ്പറേറ്റ് ആണ്. ഒരു എൻ്റെ ഫോൺ എടുക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇത് 300 ഇന്ത്യൻ റുപ്പീസാണ് നമുക്ക് സിമ്മിന് വരുന്നത്. 7 ഡേയ്സിനേക്ക് അൺലിമിറ്റഡ്. भाई कवरेज मिलेगा ना? कवरेज मिलेगा पूरा 6 इंजन है. ഇനി റൂം പോയിട്ട് ഉറങ്ങുന്നൊരു ഭയങ്കര പ്രശ്നമാണ്. ഇവിടെ ഭയങ്കര ഹെക്റ്റിക്കാണ്, തലവേദന എടുക്കുന്നതാണ്. ഈ വല പൂരാ കച്ചറ. ഓക്കെ, സിം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫിംഗറിന് ഫോട്ടോ കൊടുക്കണം, സൈൻ ചെയ്യണം, അത്രയേ ഉള്ളൂ കേട്ടോ. വേറെ പരിപാടി ഒന്നുമില്ല. ആദ്യമായിട്ട് ഞാൻ ഒരു ഫോട്ടോ വിരലിലെടുക്കുന്നതാണ്. ഇത്ര കാലം ഞാൻ മറ്റേ ഇത് കണ്ടിരുന്നു, നമ്മളിങ്ങനെ സ്കാൻ ചെയ്യല്ലേ കൈ വെച്ചിട്ട്. വെൽക്കം ടു നേപ്പാൾ. നമ്മുടെ യാത്രയിൽ ആദ്യത്തെ രാജ്യമാണ്. നമ്മൾ സാധാരണ വരുന്ന പോലെ എത്തണം വന്നത് എൻ്റെ ഒരു ഡിഫറെൻറ്റ് പ്രോസസ്സിംഗ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ വന്ന് കയറുന്നതല്ല. സോ വലിയൊരു അച്ചീവ്മെൻറ്റ് ഞാൻ ഈ ഒരു ദിവസം ഇവിടെ നടത്തിയിട്ടുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവും. ഞാൻ എൻ്റെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ വളരെ കഷ്ടപ്പെട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ട് അത് നിങ്ങളുടെ മുമ്പിൽ വീഡിയോ കാണിക്കും അല്ല. അപ്പോൾ ഞാൻ ചില ക്രോസ് കൺട്രി റൈഡ്സും ചില വണ്ടികൾ പുറത്ത് കൊണ്ടുപോകുന്നതും വണ്ടികൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്നതും ഇതൊക്കെ നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു സംഭവമാണ് ഇപ്പം ഞാൻ ചെയ്തത്. ഞാനും നെജുബലും കൂടി കഴിഞ്ഞ് 5 ദിവസം പട്ടിപ്പനെടുത്ത് അതിന് വേണ്ടിയിട്ടോ. അപ്പം അത് ഞാൻ നിങ്ങളോട് പറയും, എന്തായാലും ഞാൻ നിങ്ങളോടത് പറയും കേട്ടോ. എന്താ പറയുക, ഭയങ്കര സന്തോഷം. ഇനിയിപ്പോൾ നമുക്ക് നിയറസ്റ്റ് എവിടെയെങ്കിലും റൂം എടുക്കണം. റൂം എടുത്ത് നമുക്കിനി എന്താ പറയുക അവിടെ കിടന്നുറങ്ങണം. ബാക്കിയൊക്കെ ഇനി നാളെ. വെൽക്കം ടു നേപ്പാൾ ഗൈസ്. നെജുബൽ എന്താ പറയാനുള്ളത്? നമ്മൾ കഷ്ടപ്പെട്ടിട്ട് അല്ലേ, നമ്മൾ ഇത്ര കാലം കഷ്ടപ്പെട്ട് എന്തിനായിരുന്നു, അത് നമ്മൾ നേടിയില്ലേ? നെജ്മലിനും എനിക്ക് പറയാം എന്താണെന്നല്ലേ. നീ ടെൻഷൻ അടിച്ചു. കാരണം ഞാനൊരു കാര്യത്തിന് വേണ്ടി പോയപ്പം ആ കാര്യം നടക്കൂല എന്ന് വിചാരിച്ച് ടെൻഷൻ അടിച്ചു. പക്ഷെ എനിക്ക് അത്രയും കോൺഫിഡൻ്റ് ആയിരുന്നു നടക്കുന്നത്. ഞാൻ നരകിച്ചിട്ടുണ്ട് കേട്ടോ. നരകയാതന അനുഭവിച്ചിട്ടുണ്ട് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട്. ഒരു ചെറിയൊരു കാര്യത്തിന് വേണ്ടിയിട്ട് എൻ്റെ വേൾഡ് ട്രിപ്പ് കുറേ കാലം മുന്നേ പോകേണ്ടതായിരുന്നു. പക്ഷേങ്കിൽ എന്താ പറയുക, എനിക്ക് നടക്കുന്നില്ലായിരുന്നു. അത് എനിക്ക് നിങ്ങളോട് കാര്യം പറയാൻ പറ്റില്ല. കാരണം ഞാൻ വളരെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് അച്ചീവ് ചെയ്തൊരു കാര്യം അത്. അതിന് ഏതായാലും വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ട് ബാക്കിയുള്ളവർക്ക് അത് ഈസി ആക്കുന്ന പരിപാടി ഞാൻ നിർത്തി. കാരണം ഞാനൊരു കാര്യം കഷ്ടപ്പെട്ട് അച്ചീവ് ചെയ്തിട്ട് അത് ഞാൻ വീഡിയോയിൽ കൂടെ കാണിച്ച് പല ആൾക്കാർ ഇത് കണ്ടിട്ട് പോവും. ഇത് കണ്ട് പോയി കഴിഞ്ഞാൽ സംഭവിക്കും, ഇവന്മാർ എന്നെ തന്നെ ചീത്ത പറയും, എന്നെ തന്നെ കുറ്റം പറയും, എന്നിട്ട് റീച്ച് ഉണ്ടാക്കും. അപ്പോൾ ഞാൻ ആരായി? ബലിയാളായി ജനങ്ങളുടെ മുമ്പിൽ. നിങ്ങളല്ല ബൈക്ക് എടുത്ത് ഞാൻ ട്രിപ്പ് പോയി. കാർനെറ്റ് എന്താണ്, IDP എന്താണെന്ന് അറിയാത്ത ഒരു ആൾക്കാരുടെ അടുത്ത് നമുക്കത് പഠിപ്പിച്ചു കൊടുത്തു. കാർനെറ്റ് പഠിപ്പിച്ചു കൊടുത്തു, IDP പഠിപ്പിച്ചു കൊടുത്തു, ബോർഡർ ക്രോസിംഗ് പഠിപ്പിച്ചു കൊടുത്തു. റാപ്റ്റർ കൊണ്ടുവരുമ്പം എങ്ങനെയാണ് വണ്ടി ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കൊടുത്തു. ഇതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തു, പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ. പക്ഷേങ്കിലോ പിന്നീട് ആൾക്കാർ ഇത് ഏറ്റെടുത്ത് ചില ആൾക്കാർ അതൊരു ബിസിനസ്സാക്കും. ഇപ്പം നമ്മളാരായി? നമ്മളെല്ലാവരും മുമ്പിൽ ഒരുമാതിരി കഴുതിയായി. സോ ഈ യാത്രയിൽ ഈ വണ്ടി ഇന്ത്യയിൽ നിന്ന് ഷിപ്പ് ചെയ്യാനും ബാക്കിയുള്ള ചിലവും കൂടി എനിക്ക് വെറും 1.5 ലക്ഷം രൂപയുടെ ചിലവ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇന്ത്യയിൽ ഒരു വണ്ടിയുടെ കാർനെറ്റ് എടുക്കണമെങ്കിൽ 8 ലക്ഷം രൂപയുടെ ചിലവുണ്ട്. 5 ലക്ഷത്തിൻ്റെ ഡെപ്പോസിറ്റും അതുപോലെ 1-2 ലക്ഷത്തിനടുത്ത് പിന്നെ സർവീസ് ചാർജൊക്കെ ആയിട്ട് ഞാൻ 1.5 ലക്ഷം രൂപക്കാണ് ഞാൻ ഈ വണ്ടി ലോകം മുഴുവനും കറങ്ങാൻ പോണത്.
അത് ഞാനായിട്ട് കണ്ടുപിടിച്ച, ഞാനായിട്ട് വികസിപ്പിച്ചെടുത്ത എൻ്റെതായ ഐഡിയ. നമ്മളിവിടെ ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. നേരെ അടുത്തുള്ളൊരു കടലിന് ചെറിയ ചീപ്പാണ്, 2500 രൂപയും കണ്ടുള്ളൂ. അപ്പോൾ ഇവിടെ കുറച്ച് ആൾക്കാർ പൊന്നേടൊക്കെ എണീക്കുന്നുണ്ട്. വെറുതെ ഇട്ടുന്നല്ലേ, കണ്ടല്ലോ. Welcome to Lord Buddha birthplace, Lumbini. It's Siddharth Nagar. Siddharth is the name of our Lord Buddha. How many kilometers from here? Only 22 kilometers. On the way. Yeah, 15 minutes. നജ്മൽ എനിക്ക് കിട്ടുന്നില്ല, എനിക്ക് മാത്രമൊന്നല്ല. Welcome to Lord. He's Najmal. He's a very well-known business guy in Kochi. Okay. We all Lumbini tourism stakeholders warm and heartily welcome to you, both guys. No, you can say It's everyone very because big pleasure to hear you from South India. You can say like everyone because there are a lot of people watching the blog. Okay, so we are very happy and nice to see you guys in our Lord Buddha birthplace. I think it's the first time we are welcoming you from South India. So many guys traveling by cycles or Yeah. by trekking, by vehicles. But You know it's how the I came time first? going- Yeah. I came by hitchhiking on 2018. Okay. I came on a truck and by walking at that time. Okay. Yeah, and now I came with So my. I would like to request Follow me. kindly advise you to visit. Thank you Lumbini. guys. നിങ്ങൾ മാത്രം. Just take 10 minutes meditation. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.